വേണ്ട, ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം. ഇനി എന്നാ മടങ്ങ? ഒരാഴ്ചക്കുള്ളില് എറണാകുളത്ത് ചില്ലറ പണിയുണ്ട്, പോയിട്ട് വരട്ടെ. ആ, നീ പതിവായിട്ട് കഴിക്കാറുള്ള ആ മരുന്ന് കഴിക്കലും മുടക്കണ്ട. ഉണ്ണേട്ടൻ കഴിച്ചില്ലേ കാപ്പി? എങ്ങനെയാ കഴിക്ക? പാലൊഴിക്കാണ്ട്. ഞാൻ ഇറങ്ങായി. പാർവതി എന്താ അയാൾ ഇവിടെ നിർത്തിയിരിക്കണേ? അവിടത്തെ സ്ഥിതിയും മോശമാ. ഇയാൾക്കാണെങ്കിൽ സ്ഥിരപ്പെട്ട ജോലിയൊന്നുമില്ല, ഇലക്ട്രീഷ്യനാ. എന്നാലും കുടുംബത്തിൽ ഇല്ലായ്മ കണ്ടറിഞ്ഞെന്നോളും, അതൊരു ഭാഗ്യം. പൂലോത്താണെങ്കിൽ വാസ്തുവിന് മുഷിയില്ലവോ, ചതുരംഗം ആവാലോ അല്ലേ? ഏയ്, അതെന്താ ഊണും ഉറക്കവും ഇല്ലാണ്ട് മുമ്പൊക്കെ തമ്പ്രാക്കള് കരുതിക്കാറുണ്ടായിരുന്നു. ഊണും ഉറക്കില്ലായ്മയും ഇപ്പോഴും അവിടെ ഉണ്ട്. ആരും കരു നീക്കാറില്ല. അച്ഛനോട് വഴക്കിട്ട് ഇറങ്ങി പോന്നപ്പോ എന്നോടും പിണക്കാന്ന് കരുതി. എനിക്കാരോടും പിണക്കമില്ല ശ്രുതി. ഉണ്ടെങ്കിൽ അതെന്നോട് തന്നെ. വലിയ ഇല്ലത്തിന്റെ കാര്യം എന്തായി? കേസ് വാദിച്ച് അവധി വാങ്ങിക്കും. അതിന്മേ 10-20,000 രൂപ കടമുണ്ടെന്ന് പറയണ കേട്ടു അച്ഛൻ. എങ്ങനെയാ കൊടുക്കുക? ഞാനുണ്ടാക്കും എങ്ങനെയെങ്കിലും. മിനിഞ്ഞാന്ന് എന്നെ കാണാൻ ആളുകൾ വന്നിരുന്നു. ഇനിയും പിടിച്ചു നിൽക്കാനാവില്ല ദേവേട്ട. എന്റെ അച്ഛന്റെ സ്വഭാവം അറിയാലോ, സമ്മതിക്കില്ല. അല്ലെങ്കിൽ എല്ലാം വിട്ടു പോരണം, അതേ വഴിയുള്ളൂ. അശ്വതി, അരുത്. ഒരു വലിയ ഭാരം ഇപ്പൊ തന്നെ എന്റെ തലയിലുണ്ട്. അച്ഛൻ, അമ്മ, പെങ്ങന്മാർ. അതിനിടയിൽ നിന്നെ കൂടെ വിഷമിപ്പിക്കാൻ വേണ്ട. ഈ പ്രാരബ്ധങ്ങളൊക്കെ ഒന്ന് കുറയട്ടെ. ദൈവം ഒരു വഴി കാണിച്ചു തരാതിരിക്കില്ല. വയ്ക്കുള്ളൂ. നീ വരുമ്പോ വല്ലതും കൊണ്ടുവരുന്ന ഞങ്ങൾ കരുതിയത്. ഏട്ടൻ കുറച്ച് കപ്പെങ്കിലും വാങ്ങിട്ട് വന്നിരുന്നെങ്കിൽ അത്താഴം ഒരു കൂട്ടം ആക്കായിരുന്നു. കൈ കാശ് വേണ്ടേ? പലചരക്കടക്കാരൻ ഇനി കടം തരില്ല. നിന്റെ കൂട്ടുകാരോട് ആരോടെങ്കിലും ചോദിച്ചു നോക്കിയാലോ? ഇവിടെയുള്ളൊരു കാര്യം പോട്ടെ, അപ്പനും കൂടി ഉള്ളതല്ലേ, എങ്ങനെയാ അത്താഴപ്പട്ടിണി ഇടുക? അപ്പനെ കണ്ടില്ലല്ലോ, ഇവിടെ നിന്ന് മുഷിഞ്ഞിട്ടാവും പുറത്തേക്ക് ഇറങ്ങിയത്. ആ, ഇനിയിപ്പോ കേറി വരുമ്പോ നീ ഇന്നലത്തെ പോലെ ബഹളമൊന്നും ഉണ്ടാക്കണ്ട. നമ്മുടെ ഇല്ലായ്മ പുറത്തറിയിക്കണ്ട. എന്താ മോനെ നീ കഥയ്ക്കുന്ന? എവിടുന്നാ ഇങ്ങനെ കൊലയോടെ? അന്വേഷിക്കണ്ട, വെട്ടിയരിഞ്ഞ് വേവിച്ചു കൊടുക്കൂ. ആരും അത്താഴപ്പട്ടിണി ഇറക്കണ്ട. വെട്ടിക്കൊണ്ട് ഓടുന്നത് അടിയൻ കണ്ടത് അമ്പ്ര. ആ കൊല തന്നാല് ഇരി ചെവി അറിയാതെ അടിയൻ കൊണ്ടുപോയിക്കൊള്ളാം അമ്പ്ര. ഇല്ലെങ്കിൽ അടിയന്റെ പണി പോവും. 5-8 ക്രാങ്ങളുള്ളതാ കുടിയില്. നീ ഇത് ചെയ്തു അല്ലേ? നീ മോഷിച്ചു അല്ലേ? തുടർന്നല്ലേ അന്തസ്സ് വിറ്റ് നിന്ന് തീരുന്ന പട്ടിണി ഈ കുടുംബത്തില്ലടോ. നടക്ക്. അയ്യോ തമ്പ്ര, അടിയൻ വേണ്ട. ഇതെന്റെ മകൻ ചെയ്ത പാവമാണ്. ഞാൻ തന്നെ പേറണം. ആ ശിക്ഷ ഞാൻ തന്നെ അനുഭവിക്കണം.